അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ബോയിൽ ചിക്കൻ ആഡ് ചെയ്യാം ലാസ്റ്റ്. നോർമലി നമ്മളുടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസോൾട്ടഡ് ഉപയോഗിക്കാം. മാക്സിമം ഒന്ന് ക്രീമി ആയിരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മുട്ട ഓവറായിട്ട് കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ഷെഫ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു പാൻ കേക്ക് റെസിപ്പിയുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്കെല്ലാം നമ്മൾ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ചസ് ആണ്. അതായത് നമുക്ക് പല ടൈപ്പ് സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് മുട്ടയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പറഞ്ഞ ആവശ്യമില്ല, ലെറ്റ്സ് കുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീഡിയോ തുറക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു ചെറിയ ഫില്ലിംഗ് വേണം. അപ്പോൾ ആ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഐറ്റം മാത്രം നമുക്ക് മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മീഡിയം സൈസ് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡൈസ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അടുത്ത് നമുക്കുണ്ട് ക്യാപ്സിക്കമാണ്. ഏകദേശം ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം നമ്മൾ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. അത്യാവശ്യം ഒരു വലിയ തക്കാളിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഡൈസ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 2 തൊട്ട് 3 വരെ നമുക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ച്. പിന്നെ നമ്മളെടുത്തുള്ള ക്യാരറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒരു പാന് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോത്ത് ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ബട്ടറോ ഒലിവ് ഓയിലോ വേറെ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് നമ്മൾ സവാളയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മൾ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വരാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ സവാള തന്നെ ആദ്യമേ ആഡ് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഉള്ളതിൽ കൂട്ടത്തിൽ വെച്ച് അത്യാവശ്യം കുക്കിംഗ് ടൈം വരുന്നത് ഇതിനും നമ്മുടെ ക്യാരറ്റിനുമാണ്. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ എപ്പോഴും പറയാറുള്ളത് തന്നെ സവാള ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക. അപ്പം നമ്മൾ സവാളയുടെ വെള്ളമെല്ലാം പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ് നമ്മൾ എല്ലാ വെജിറ്റബിൾസും വെച്ച് നോക്കുമ്പം. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് കട്ടിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് മാത്രമല്ല നമുക്ക് ചെറിയൊരു ബൈറ്റ് കിട്ടണതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല ഒരു വെജിറ്റബിൾസും. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന തക്കാളിയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു വലിയ തക്കാളി നമ്മൾ ഫുള്ള് ഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ബോയിൽ ചിക്കൻ ആഡ് ചെയ്യാം ലാസ്റ്റ്. വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മീറ്റ് ഐറ്റംസ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബോയിൽ ചെയ്തത് ആഡ് ചെയ്യാം. പിന്നെ അടുത്ത് ആഡ് ചെയ്തത് നമ്മുടെ പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ പച്ചമുളക് കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ക്യാപ്സിക്കമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ക്യാപ്സിക്കത്തിന് വളരെയധികം കുക്കിംഗ് ടൈം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇടാത്തത്. കാരണം ഇന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവസാനം ഇടുമ്പോൾ നമുക്കൊരു ബൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സീസണിങ് ഇടാം. അതായത് നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സോസസ് ആഡ് ചെയ്യാനുണ്ട്. അതായത് സിമ്പിളാണ്. നമ്മൾ സോയ സോസും ടൊമാറ്റോ സോസുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോയ സോസ് നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുക. ഞാനിപ്പോൾ യൂസ് ചെയ്ത കറക്റ്റ് റെസിപ്പി എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാൻ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അടുത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസാണ്. അതും ഏകദേശം സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത സമയത്ത് പെപ്പർ ആഡ് ചെയ്യാൻ മറന്നു, അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സീസണിങ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളെ ഇറ്റാലിയൻ ഹെർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിപ്പോൾ നമ്മളെ ബാക്കിയെല്ലാം വെജിറ്റബിൾസ് എല്ലാം സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് ക്രീമി ആക്കാനായിട്ട് നമുക്ക് കുറച്ച് മുട്ട വേണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മുട്ടയോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മുട്ട ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ലോ ഹീറ്റിൽ മാത്രം കുക്ക് ചെയ്യുക. മാക്സിമം ഒന്ന് ക്രീമി ആയി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മുട്ട ഓവറായിട്ട് കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നോർമലി നമ്മളുടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസോൾട്ടഡ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ചീസ് സ്ലൈസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചീസ് സ്ലൈസ് ആഡ് ചെയ്യണമെങ്കിൽ ചീസ് സ്ലൈസ് ആഡ് ചെയ്തതിന് ശേഷം
നമ്മൾ ഈ ഫില്ലിങ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം ചീസ് സ്ലൈസ് ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് ബട്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങിൻ്റെ മേളിലും താഴെ ചീസ് സ്ലൈസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ട്രിം ചെയ്ത് കളയാം. കാരണം അത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നും നമ്മളെ സാൻഡ്വിച്ച്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ട്രിം ചെയ്ത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ സൈഡിൽ നമ്മൾ ട്രിം ചെയ്തിട്ടുണ്ട്. നടുക്കൂടെ നമുക്ക് കട്ട് ചെയ്ത് നല്ല ഷേപ്പിലാക്കാം. ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്യാം. എങ്ങനെയായാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ എപ്പോഴും പറയാനുള്ളവർ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല റെസിപ്പീസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ നന്ദിയോടൊപ്പം ഇറ്റ്സ് മീ ആഗാഡ് സൈനിങ് ഓഫ്.